ദൈവവചനത്തെ പ്രതി നമുക്കൊരു സമർപ്പണം ഉണ്ടാവണം. എങ്കിലേ കുടുംബമായി സാക്ഷ്യം നൽകാൻ നമുക്ക് പറ്റുകയുള്ള സഹോദരങ്ങളെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഞങ്ങൾ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞങ്ങൾ ആ 20 വർഷം ഞാൻ വെറുതെ പറയും. ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. വിവാഹമായി ബന്ധപ്പെട്ട് ഒരു സമയത്ത് ഒരു കാര്യം ഞാൻ അനയോട് പറഞ്ഞു. അപ്പോൾ നമ്മൾ പഠിക്കുന്നു, എൻ്റെ ജീവിതവുമായി കമ്പയർ ചെയ്യുമ്പോൾ, എൻ്റെ ഫാമിലിയെ കമ്പയർ ചെയ്യുമ്പോൾ അവർ കുറേയും കൂടി എല്ലാ വിധത്തിലും ഒരു ഉയർന്നൊരു ഫാമിലിയാണ്. ഞാൻ അവരോട് പറഞ്ഞു, നീ ഒരു മിഷണറിയാണ് കല്യാണം കഴിക്കാൻ പോണത്. സ്റ്റേജിൽ കാണുന്നതല്ല മിഷണറിയുടെ ജീവിതം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ട്? ഇവിടെ നിന്ന് പാടുന്നു, പ്രസംഗിക്കുന്നു, ഹല്ലേലൂയ പറയുന്നു, കർത്താവിൽ എൻജോയ് ചെയ്യുന്നു. ഇതല്ല ഒരു മിഷണറിയുടെ ജീവിതം. ഒരുപാട് കണ്ണുനീരുണ്ട്, ഒരുപാട് സഹനമുണ്ട്, ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ഞെരുക്കങ്ങളുണ്ട്. കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി ഇതൊക്കെ കൃപയായി സ്വീകരിക്കാൻ നിനക്ക് പൂർണ്ണ സമ്മതമുണ്ടെങ്കിൽ മാത്രം മതി ഈ വിവാഹത്തിന് സമ്മതിക്കാൻ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഞാൻ ആദ്യം അവളോട് പറഞ്ഞത്. അന്ന് അവൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ അവൾക്ക് വേണമെങ്കിൽ അന്ന് ആ കാലഘട്ടത്തിലേക്ക് വേറെ പല, പക്ഷേ അവൾ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ മറ്റെന്തിനേക്കാൾ ഉപരി കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന, വചനം പ്രഘോഷിക്കുന്ന കർത്താവിൻ്റെ ഒരു മിഷണറിയെ, ഒരു സുവിശേഷകനെ വിവാഹം കഴിക്കുന്നത് ഏറ്റവും കൃപയായി കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെസ്, അന്ന് അവൾക്ക് 19-20 വയസ്സേ പ്രായമുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് മറ്റൊന്നല്ല. ആ 20 വർഷത്തെ കുടുംബ ജീവിതത്തിൽ ആ വാക്ക് ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കും. ദുഃഖങ്ങള്, സഹനങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒരുപാട് നൊമ്പരങ്ങളൊക്കെ വന്നിട്ടുണ്ട്, പല വിധത്തിലുള്ള ഞെരുക്കങ്ങൾ. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിൽ ഞാൻ ഒന്നിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിക്ക് അതീതമായ വിധത്തിലുള്ള പ്രൊവിഡൻസ്, കർത്താവിൻ്റെ പരിപാലനയും കർത്താവിൻ്റെ നടത്തിപ്പും അത്രമാത്രം അനുഭവിക്കുവാൻ 20 വർഷത്തെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കർത്താവ് സഹായിച്ചിട്ടുണ്ട്. കർത്താവ് പൊട്ടനല്ല സഹോദരങ്ങളെ. കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കരുതിയിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഏത് സാഹചര്യത്തിൽ നമ്മളെ കരുതാൻ കർത്താവ് ശക്തനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ഫെയ്ത്തും ആ ആശ്രയത്തും നമുക്ക് മതി. അതുകൊണ്ട് ഇവിടെ കർത്താവ് ദൈവവചനത്തിന് വേണ്ടി നിലപാടെടുത്ത കുടുംബം, വചനത്തെ സാക്ഷ്യപ്പെടുത്തുവാൻ, ദൈവവചനത്തെ പ്രഘോഷിക്കുവാൻ തീരുമാനമെടുത്ത് അതിനുവേണ്ടി ജീവിച്ച കുടുംബമായിരുന്നു സക്രിയ എലിസബത്ത് ദമ്പതിമാരുടെ കുടുംബം. എൻ്റെ സഹോദരങ്ങളെ, ആ കുടുംബത്തിലേക്ക് വലിയ അനുഗ്രഹം കടന്നു വരുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ആരെല്ലാം ദൈവവചനത്തെ, അതുകൊണ്ട് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 10:39, മത്തായിയുടെ സുവിശേഷം 10:39 എന്താണ് ഈശോ പറയുന്നത്? ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ച്. മത്തായി 10:39 കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുക. എന്താ പറയുന്നത്? സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നെ പ്രതി, കർത്താവിനെ പ്രതി, എന്നെ പ്രതി. ഈശോ പറയാണ്, നിങ്ങൾ ഈ സ്റ്റേജിലേക്ക് നോക്കിക്കേ, കർത്താവിന്റെ ഈ ഇമേജിലേക്ക് നിങ്ങൾ നോക്കിക്കേ. കർത്താവ് എന്താ നമ്മോട് പറയുന്നത്? ജീവിക്കുന്ന കർത്താവ് ഇതിന്റെ മധ്യത്തിലുണ്ട്. ഈ വചന കൂടാരത്തിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. എന്താ കർത്താവ് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, എന്നെ പ്രതി, കണ്ടോ? ഈശോയെ പ്രതി, വചനത്തെ പ്രതി, കർത്താവിനെ പ്രതി, എന്നെ പ്രതി, സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ. ഇതാണ് കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി നമ്മൾ എന്ത് നഷ്ടപ്പെടുത്തിയാലും അതൊരിക്കലും നഷ്ടമല്ല, വലിയ ലാഭങ്ങളാണെന്ന് പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവിനെ പ്രതി, കർത്താവിന്റെ വചനത്തെ പ്രതി നഷ്ടപ്പെടലുകൾ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? ആണോ? ഇപ്പോ ഇവിടെ വന്നിരിക്കുന്നു, നമുക്ക് സമയനഷ്ടമുണ്ട്, നമുക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി ആ സമയം നഷ്ടപ്പെടുത്തി നിങ്ങൾ ദൈവത്തിന് മുൻപിലേക്ക് വന്നിരിക്കുകയാ. ഇത് നിസ്സാരൊരു കാര്യമല്ല. കർത്താവ് ഇതിന് വലിയ പ്രതിഫലം തരും. അപ്പൊ കർത്താവിനെ പ്രതി സമയം നഷ്ടപ്പെടുത്തിയാലും, ആരോഗ്യം നഷ്ടപ്പെടുത്തിയാലും, സമ്പത്ത് നഷ്ടപ്പെടുത്തിയാലും, നമ്മൾ എന്ത് നഷ്ടപ്പെടുത്തിയാലും എൻ്റെ സഹോദരങ്ങളെ അതിന് വലിയ പ്രതിഫലമുണ്ട്. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ.
ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 ഞാൻ ഇപ്പോൾ ഓർക്കുന്നൊരു കാര്യം, ഞാൻ കാരിസ് ഭവനിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരിസ് ഭവൻ ധ്യാനകേന്ദ്രം നമ്മുടെ ഏറ്റുമാനൂര്. മൂന്നാമത്തെ ദിവസം ടീ ബ്രേക്കിനായിട്ട് വിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 7 വയസ്സുള്ളൊരു കുഞ്ഞ്, വെറും 7-8 വയസ്സ് പ്രായം കാണും. ആ കുഞ്ഞ് ആ ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസുകൾ, വേസ്റ്റുകൾ അവനിങ്ങനെ സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അതിങ്ങനെ പറക്കി കളഞ്ഞ് ആ മിറ്റം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ പ്രായത്തിലുള്ള മറ്റു കുഞ്ഞുങ്ങൾ ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ കുഞ്ഞിനെ അല്പസമയം സൂക്ഷിച്ചു നോക്കി. അവൻ എന്തൊരു സന്തോഷത്തോടെയാണ്, ആരും പറഞ്ഞിട്ടല്ല, അവൻ ഒറ്റയ്ക്ക് ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു, മോനെ നീ ഇവിടെ എന്താ ചെയ്യുന്നത്, നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണേ? ആ കുഞ്ഞ് എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിൾ ഞാനിവിടെ സുവിശേഷ വേല ചെയ്യാണ്. റിയലി? ഞാനിവിടെ സുവിശേഷ വേല ചെയ്യാം. ധ്യാന കേന്ദ്രത്തിന് മുറ്റത്ത് കിടക്കുന്ന മിഠായി കടലാസ് പെറുക്കിക്കളയുന്നത് കർത്താവിന് ചെയ്യുന്ന ശുശ്രൂഷയാണ്. അത് ദൈവവചനത്തോടുള്ള സ്നേഹമാണെന്നുള്ള ആ 7 വയസ്സുകാരൻ്റെ ആ മിഷണറി ദർശനം, ആ സുവിശേഷ ദർശനം, ഞാനിവിടെ ആ കുഞ്ഞിൻ്റെ പേരൻസിനെയോ അവൻ്റെ മാതാപിതാക്കളെ ഓർത്തത്. ഈ 7 വയസ്സിൽ ഇവൻ ഇത്രയും ഒരു മിഷണറി സീൽ, ഒരു ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ് കൊടുക്കുവാൻ ആ പേരൻസിന് കഴിഞ്ഞുവെങ്കിൽ ഒരു അപ്പൻ ഒരു അമ്മ എന്ന നിലയിൽ ആ പേരൻസ് സക്സസ് ആയി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ ഹല്ലേലൂയ. ആ കുഞ്ഞിനെ വചനം കൊടുക്കുന്നതിൽ, വിശ്വാസം കൊടുക്കുന്നതിൽ ആ മാതാപിതാക്കൾ വിജയിച്ചു. എൻ്റെ സഹോദരങ്ങളെ, നിസ്സാരമായി നമ്മൾ കാണരുത്. ഇന്ന് സഭയ്ക്ക് ആവശ്യം ഇതുപോലെ ഈ മിഷണറി ചൈതന്യമുള്ള, ഈ സ്പിരിറ്റുള്ള, ഈ ഇവാഞ്ചലൈസേഷൻ സീലുള്ള കുടുംബങ്ങളെ, ദമ്പതിമാരെയാണ് ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് ആവശ്യം. ഞാൻ മറ്റൊരിക്കൽ ബാംഗ്ലൂരിൽ ഒരു ഇവാഞ്ചലൈസേഷൻ ട്രെയിനിങ്ങിനായി പോയി കഴിഞ്ഞപ്പോൾ 2 ഒരു സ്ത്രീയും അവരുടെ ഭാര്യയും ഭർത്താവാണ്, യങ് കപ്പിൾസാണ്. അവർ വന്നിരിക്കുകയാണ്. 2 ചെറിയ പെൺകുട്ടികളുണ്ട്. 2 പേര് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സാണ്. അവർ 3 വർഷക്കാലം അവിടെ ജോലി മാറ്റിവെച്ചിട്ട് അവർ മിഷന് വേണ്ടി പോവാണ്. കുടുംബമായി സാക്ഷ്യപ്പെടുത്തുക. നിങ്ങൾ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ സഭയിലുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് അഭിഷേകം ഇറങ്ങണം. നമ്മുടെ തലമുറകളിലേക്ക് ഈ ആത്മാവിൻ്റെ തീ കത്തിപ്പടരണം. 3 വർഷം ജോലി വേണ്ടെന്ന് വെച്ച് അവര് കുടുംബമായി 2 പെൺകുഞ്ഞുങ്ങൾ, അതിന് ചിന്തിക്കണം. ആ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവർക്ക് മാന്യമായി ജീവിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. അതെല്ലാം കർത്താവിനെ പ്രതി, വചനത്തെ പ്രതി, ഇവാഞ്ചലൈസേഷനെ പ്രതി മാറ്റിവെച്ച് ഒരു 3 വർഷക്കാലം മിഷനായിട്ട് അവർ പോവാൻ. ചോദിച്ചു, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? അവർ പറഞ്ഞു, ഞങ്ങൾ ആഫ്രിക്കയിൽ ഉഗാണ്ടയിലോട്ടാണ് കർത്താവിന്റെ വചനവുമായി പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പറഞ്ഞേ ഹല്ലേലൂയ. എനിക്ക് ആ മിഷണറി കുടുംബത്തെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. ഞാൻ പറഞ്ഞു, തീർച്ചയായും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സഹോദരങ്ങളെ, എന്തൊരു അഭിമാനത്തോടെ, എന്തൊരു ആനന്ദത്തോടെയാണ് ആ ദമ്പതിമാർ പറഞ്ഞത്, ഞങ്ങൾ ആഫ്രിക്കയിൽ ഉഗാണ്ടയിലോട്ട് കർത്താവിന്റെ വചനവുമായി മിഷണറിമാരായി ഞങ്ങൾ ഉഗാണ്ടയിലോട്ട് കുടുംബമായിട്ട് പോകുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവിടുത്തെ വിപരീത സാഹചര്യങ്ങൾ, കാലാവസ്ഥ, അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷന് പല പ്രതിസന്ധികൾ അവിടെയുണ്ട്. മിഷണറിമാർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ അവിടെയുണ്ട്, വെല്ലുവിളികളുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും അവർ ആ 2 പെൺകുഞ്ഞുങ്ങൾ, ചെറിയ കുട്ടികളാണ്, ആ കുട്ടികളുമായിട്ട് പോകുന്നത് കണ്ടു. അതാണ് ആ സ്പിരിറ്റ്, ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ്. ഇതുപോലെയുള്ള 100 കണക്കിന് 1000 മിഷണറി കുടുംബങ്ങൾ ഇന്ന് കർത്താവിന്റെ സഭയിലുണ്ട്. കരമടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ശക്തിയോടെ നന്ദി പറഞ്ഞു. കർത്താവെ സ്തുതിക്കുന്നു, ശക്തിയോടെ സ്തുതിക്കുന്നു. കർത്താവെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച്, സ്നേഹത്തോടെ വിളിച്ച്, യേശുവേ 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 ജീസസ് ജീസസ് ജീസസ്
ജീസസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ സഹോദരങ്ങളെ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്ന വചനത്തിനായി സാക്ഷ്യം നൽകുന്ന കുടുംബങ്ങളായി നമ്മൾ മാറണം. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനത്തോട്ട് വരിക. അവിടെ 16-ാം അധ്യായത്തിൽ മറ്റൊരു കുടുംബത്തെ നമുക്ക് കാണാൻ പറ്റും. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? അപ്പോസ്തല പ്രവർത്തനങ്ങൾ, കർത്താവെ ഞങ്ങളോട് സംസാരിക്കണമേ. 16-14 ആ വചനം ശ്രദ്ധാപൂർവം വായിച്ച്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-14 എന്താ വചനം പറയുന്നത്? ഞങ്ങളുടെ വാക്കുകൾ കേട്ടവരുടെ കൂട്ടത്തിൽ തിയത്തീറ പട്ടണത്തിൽ നിന്ന് വന്ന പട്ടുവിൽപ്പനക്കാരിയും ദൈവഭക്തയുമായ ലിദിയ എന്ന സ്ത്രീയും ഉണ്ടായിരുന്നു. എന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പട്ടുവിൽപ്പനക്കാരിയായി വളരെ സൊസൈറ്റിയിൽ വളരെ ഇൻഫ്ലുവൻസ് ഉള്ള, നല്ല സാമ്പത്തിക ഭദ്രതയുള്ള ഒരു സ്ത്രീ. നിങ്ങൾ ചിന്തിക്കുന്നത്, അവൾ വചനം കേൾക്കാൻ വന്നു എന്നുള്ളതാണ്. അവൾ വലിയ സൊസൈറ്റി ലേഡിയാണ്, നല്ല ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ലേഡി. പക്ഷേ കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ ലിദിയ എന്ന് പറയുന്ന ആ സ്ത്രീ വരികയാണ്. സമ്പന്നയാണ് അവൾ വരികയാണ്. നല്ല സ്വാധീനമുള്ളവളാണ്. റോമൻ സാമ്രാജ്യത്തിലൊക്കെ ഒരുപാട് സ്വാധീനമുള്ള ഒരു സ്ത്രീ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ വലിയൊരു ദൗത്യം കർത്താവ് തരുന്നുണ്ട്. കർത്താവിന് ഈ കാലഘട്ടത്തിൽ ഒരുപാട് എസ്തേർമാരെ പോലെ, യൂദിത്തിനെ പോലെ, റൂത്തുമാരെ പോലെ, എലിസബത്തുമാരെ പോലെ, പ്രിസ്കില്ലയെ പോലെയുള്ള അനേകം കൃപയുള്ള സ്ത്രീകള് സഭയിൽ കത്തിജ്വലിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബവും അതിലോട്ട് വരാൻ പോകും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞങ്ങൾ എന്ത് ചെയ്യാൻ, ഞങ്ങൾക്ക് എങ്ങനെ സാക്ഷ്യം കൊടുക്കാൻ പറ്റും, ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന സഹോദരിമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ലിദിയ എന്താ ചെയ്തത്? അവൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വരികയാണ്. ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ അവൾ വന്നു. പൗലോസ്ലിഹ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ഹൃദയം കർത്താവ് തുറന്നു. ലിദിയയുടെ ഹൃദയം ആര് തുറന്നു? കർത്താവ് തുറന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സത്യോടെ പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ വചനം കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ജനത്തിൻ്റെ ഹൃദയങ്ങളെ കർത്താവ് തുറക്കും. കർത്താവിന് ഹൃദയം തുറക്കാൻ പറ്റണമെങ്കിൽ വചനം കൊടുക്കാൻ ആളുകൾ ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ ലിദിയയുടെ ഹൃദയത്തെ ആര് തുറന്നു? കർത്താവ് തുറന്നു. കണ്ടു, കർത്താവിന് തുറക്കാൻ എന്തുകൊണ്ടാണ് പറ്റിയത്? അവിടെ ഒരു പൗലോസ് ഉണ്ടായിരുന്നു. ലിദിയയുടെ ഹൃദയം തുറന്നു. ഉടനെ അവൾ എന്താ ചെയ്ത്? ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. കർത്താവുമായിട്ടൊരു എൻകൗണ്ടർ അവൾക്കുണ്ടായി. അവൾ കർത്താവിനെ കണ്ടുമുട്ടി. ഒരു വ്യക്തി കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ, ഒരു വ്യക്തിക്ക് എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ അവൾ എന്താ ചെയ്യുന്നത്? ഉടനെ അവൾ എന്താ ചെയ്തത്? പതിനെ എന്താ പഠിപ്പിക്കുന്നത്? കുടുംബസമേതം കണ്ടു. അവൾ കുടുംബസമേതം എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ജ്ഞാനസ്നാനം സ്വീകരിച്ചു. അവർ മാമോദീസ സ്വീകരിച്ച് കർത്താവിന്റെ സഭയോട് ചേർക്കപ്പെട്ടു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം, അവൾ മാത്രമേ വചനം കേട്ടിട്ടുള്ളൂ. അവളാണ് യേശുവിനെ ഏകരക്ഷകനായി സ്വീകരിച്ചത്. അവൾക്കാണ് ഈ എൻകൗണ്ടർ എക്സ്പീരിയൻസ് ഉണ്ടായത്. പക്ഷെ ലിദി എന്ത് ചെയ്തു? അവൾ ചെന്ന് അവളുടെ ഭർത്താവിനോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. കർത്താവിന്റെ രക്ഷയെ കുറിച്ച് ഭർത്താവിനോട് പഠിപ്പിച്ചു. ഭർത്താവിനോട് പറഞ്ഞു, ഇങ്ങനെ പോയാ പോരാ, നിങ്ങൾ എന്നെ നോക്കിക്കേ, ഞാൻ എങ്ങനെ നടന്നതാ, എൻ്റെ അത്രയും ഇതൊക്കെ ഉള്ളത് നമുക്ക്. പക്ഷേ കർത്താവിൻ്റെ വചനം, അവൾ കർത്താവിനെ കണ്ടുമുട്ടി. ആ എൻകൗണ്ടർ അവർ പങ്കുവെക്കുകയാണ്. ഇത് ആ ഭർത്താവും കർത്താവിൻ്റെ രക്ഷയിലേക്ക് അവൾ കൊണ്ടുവരികയാണ്. അവളുടെ കുഞ്ഞുങ്ങള്, അവളെ വീട്ടിലുള്ള പരിചാരകര്, വീട്ടുപണിക്കാര്, ജോലിക്കാര് എന്ന് പറഞ്ഞാൽ അവൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തൻ്റെ കുടുംബം മുഴുവനെയും എങ്ങോട്ട് നയിച്ചു? തൻ്റെ കുടുംബം മുഴുവനെ എങ്ങോട്ട് നയിച്ചു? ഈ ഒരു കൃപയിലേക്ക് എന്റെ സഹോദരിമാർ ഉയരണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ലിദിയയുടെ മേൽ പകർന്ന അഭിഷേകം എന്റെ സഹോദരിമാരെ, എന്റെ അമ്മമാരെ നിങ്ങളിലേക്ക് പകരുവാൻ കർത്താവ് ഇന്നും ശക്തനാണ്. കർത്താവ് ഇന്നും മതിയായവനാണ്. എത്ര പേര് വിശ്വസിക്കുന്നു?
ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്റെ കുടുംബം മുഴുവനെയും അവൾ എങ്ങോട്ട് നയിച്ചു? കർത്താവിലേക്ക് നയിച്ചു. അത് വലിയ പ്രേക്ഷിതത്വ. എന്റെ സഹോദരിമാരെ, എന്റെ അമ്മമാരെ, ഈ അഭിഷേകം സ്വീകരിക്കണം. നിങ്ങൾക്ക് ആ ദൗത്യമുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടാത്ത പലരും നമ്മുടെ ഭവനങ്ങളിൽ ഇല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലുണ്ടോ? നമ്മുടെ സഹോദരന്മാരുടെ ഇടയിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്, നമ്മുടെ തലമുറയിലുണ്ട്, നമ്മുടെ ബന്ധുമിത്രങ്ങളിലുണ്ട്. അവരോട് കർത്താവിനെ കൊടുക്കുവാൻ, അവർക്ക് വചനം കൊടുക്കുവാൻ, നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ജീവിതം കൊണ്ടും സാക്ഷ്യം കൊണ്ടും, എൻ്റെ സഹോദരി, എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് കൊടുക്കുന്നത് നമുക്ക് ലജ്ജിക്കരുത്. കർത്താവിന് സാക്ഷ്യം കൊടുക്കണം. അവൾ കുടുംബമായിട്ട് സാക്ഷ്യപ്പെടുത്തിയത്. ആ കുടുംബം മുഴുവൻ, നിങ്ങൾക്കറിയോ, യൂറോപ്പിൽ ഇന്ന് ആ സ്ഥലം ഇന്ന് എവിടെയാണെന്നറിയോ? ഇന്നത്തെ മോഡേൺ ടർക്കിയിലാണ് ഈ പറയുന്ന സ്ഥലം. യൂറോപ്പിന്റെ മണ്ണിൽ ആദ്യമായി കർത്താവിന്റെ വചനം കടന്നു ചെല്ലുന്നു. ആ യൂറോപ്പിന്റെ മണ്ണിൽ ആദ്യമായി തൻ്റെ സഭയ്ക്ക് കർത്താവ് രൂപം കൊള്ളുകയാണ്. ഈ ലിദിയായുടെ കുടുംബവും അതുപോലെ ആ കാരാഗ്രഹ, തൊട്ടടുത്ത വചനത്തിൽ കാണാൻ പറ്റും, ആ കാരാഗ്രഹ പ്രമാണ, ആ ജയിൽ വാർഡൻ, അവൻ്റെ കുടുംബം മാനസാന്തരപ്പെട്ടു. ആ കുടുംബങ്ങളാണ് യൂറോപ്പിന്റെ മണ്ണിൽ ആദ്യമായി വചനം കേട്ട് മാനസാന്തരപ്പെട്ട കൃപയിലോട്ട് വരുന്നത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ആ സ്ത്രീ, അവൾ കർത്താവിനെ വിറ്റ്നസ് ചെയ്തു. കുടുംബമായി അവൾ കർത്താവിനെ സ്വീകരിച്ചു. അവളുടെ ബന്ധുമിത്രങ്ങൾ കർത്താവിനെ കണ്ടുമുട്ടിക്കണ്ടു. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുക. പിന്നീട് നിങ്ങൾ കാണാൻ പറ്റും, ആ കുടുംബം ഇവാഞ്ചലൈസേഷന്റെ കുടുംബമായിട്ട് മാറി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അനേക മിഷണറിമാർ അവിടെ നിന്ന് താമസിക്കുന്നു. അവരെ സ്നേഹിക്കുന്നു, അവരെ കരുതുന്നു, മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ സുവിശേഷപരമായ ഭാഗങ്ങളെ സഹോദരങ്ങളെ. പ്രാർത്ഥന കൊണ്ടും അധ്വാനം കൊണ്ടും പണം കൊണ്ടും സാധ്യത കൊണ്ടും അവസരം കൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ ശുശ്രൂഷകളെ, കർത്താവിന്റെ വചനത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. മനസ്സിലാക്കുന്നുണ്ട്? ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഉണർവോടെ പറഞ്ഞേ ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 16 അവസാന വചനത്തിലോട്ട് വന്ന്, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16 അധ്യായം, അവിടെ ദൈവത്തിന്റെ ജീവനുള്ള വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 16 അവസാനത്തെ വചനം എന്താ പറയുന്നത്? 40 വചനം വായിച്ച്, അവർ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്ന് ലിദിയായുടെ വീട്ടിലേക്ക് പോയി. കണ്ടോ, പൗലോസും സീലാസും കാരാഗ്രഹത്തിന് പുറത്തു നിന്ന് എവിടേക്കാ പോയത്? ലിദിയായുടെ വീട്ടിൽ. അപ്പൊ ആ വീട് എങ്ങനെയുള്ള വീടായിട്ട് മാറി? കർത്താവിന്റെ ശുശ്രൂഷകരെ സ്നേഹിക്കുന്ന കുടുംബം. അത് പ്രേക്ഷിത വേലയാ. നമ്മളെല്ലാവരും ഇങ്ങനെ ഓടി നിന്ന് വചനം പറയുന്നത് മാത്രമാണ് സുവിശേഷ വേല അല്ല. കർത്താവിൻ്റെ അഭിഷിക്തന്മാരെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, സുവിശേഷ വേലയെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ഞാൻ പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും സാമ്പത്തികമായും കഴിവ് കൊണ്ടും സാധ്യത കൊണ്ടും ഇവിടെ പല ശുശ്രൂഷകരെ ഞാൻ കണ്ടു. പല സഹോദരങ്ങള് ഇവിടെ സുവിശേഷ വേല ചെയ്യുന്ന ഇവിടെ മേടിച്ചിട്ടിരിപ്പുണ്ട്. ഇത് വലിയ ഇവാഞ്ചലൈസേഷൻ നിങ്ങൾ ചെയ്യുന്നത്. ഈ ധ്യാന കേന്ദ്രത്തിൽ വന്നു, ഇവിടെ പ്രാർത്ഥിക്കുന്നു, ഈ കൺവെൻഷൻ ഓർഗനൈസ് നിങ്ങൾ സഹായിക്കുന്നു, ഇതിനെ കാര്യങ്ങൾ നിങ്ങൾ പങ്കുപറ്റുന്നു, ഇതിനെ സാമ്പത്തികമായി കഴിയുന്ന പോലെ സഹായിക്കുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്തി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, നിങ്ങളെ മറ്റ് സാധ്യതകൾ ഉപയോഗിച്ച് ഈ ശുശ്രൂഷകളെ വളർത്തുന്നു. പ്രിയപ്പെട്ടവരെ, അത് വലിയ ഇവാഞ്ചലൈസേഷൻ ആണ്, അത് വലിയ സുവിശേഷ വേലയാണ്. പൗലോസും സീലാസും എങ്ങോട്ടാ പോയത്? ഈ ലിദിയയുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ആ വീടൊരു മിഷണറി കുടുംബമായിട്ട് മാറി. കർത്താവിന്റെ മിഷണറിമാരെ സ്നേഹിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന, അവരെ എൻകറേജ് ചെയ്യുന്ന, അവരെ സഹായിക്കുന്ന ഒരു കുടുംബമായി ലിദിയയുടെ കുടുംബത്തെ കർത്താവ് അഭിഷേകം ചെയ്ത് ഉയർത്തി. അരമടി ജീശോയ്ക്ക് നന്ദി പറഞ്ഞേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തൊരു കുടുംബം, ആ കുടുംബം മറിയത്തിന്റെ കുടുംബ, പരിശുദ്ധ അമ്മയുടെ കുടുംബം മറിയം. അങ്ങനെ ആളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ മറിയത്തിന്റെ കുടുംബത്തിലാണ് ഈശോ പെസഹ ആചരിച്ചത്. മാർക്കോസിന്റെ ആളിക മുറി എന്ന് പറയുന്ന സെഹിയോൻ ഊട്ടുശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മറിയത്തിന്റെ വീടാ.
നമ്മൾ മനസ്സിലാക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനും കർത്താവിന്റെ വചനത്തിനും വേണ്ടി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളൊരു 4 പേരോട് പറ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനും വചനത്തിനും വേണ്ടി. പെട്ടെന്ന് പറഞ്ഞേ. നമ്മുടെ കുടുംബങ്ങൾ നിങ്ങൾ ഉണർവോടെ പറഞ്ഞു, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനും കർത്താവിന്റെ വചനത്തിനും വേണ്ടി. തയ്യാറാണോ? ആണോ? ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ മറിയത്തിന്റെ കുടുംബം നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ മാർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ കർത്താവിനും ശിഷ്യന്മാർക്കും വേണ്ടി ആ പെസക ഒരുക്കുവാൻ അതിനായി തുറന്നിട്ട ആ വളരെ സജ്ജീകൃതമായ ആ മാളിക മുറി എന്ന് പറയുന്നത് ആരുടെ വീടാണെന്നറിയോ? ആരുടെ വീട്? അവളുടെ വീട് കർത്താവിന് അവൾ തുറന്നു കൊടുത്തു. കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി തുറക്കപ്പെട്ട കുടുംബങ്ങൾ. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനും കർത്താവിന്റെ വചനത്തിനുമായി തുറക്കപ്പെട്ട കുടുംബങ്ങളാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമുക്ക് വചനത്തിൽ കാണാം. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 12-ഉം 13-ഉം വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. അപ്പോസ്തല പ്രവർത്തനം 1, 12, 13 വചനങ്ങൾ. അവിടെ എന്താണ് ആ കുടുംബത്തെ കുറിച്ച് പറയുന്നത്? വായിച്ചേ. അവർ ഒലിവുമലയിൽ നിന്ന് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ഇവ തമ്മിൽ ഒരു സാബത്ത് ദിവസത്തെ യാത്രാദൂരമാണ് ഉണ്ടായിരുന്നത്. അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു. തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മുകളിലത്തെ നില. ആ വീട് ആരുടെ വീടാ? മറിയത്തിന്റെ വീട്. ആ മറിയത്തിന് ഒരേ ഒരു മകൻ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പേരാണ് മാർക്കോസ്. ഹല്ലേലൂയ പറഞ്ഞേ. യോഹന്നാൻ എന്ന അപരനാമമുള്ള മാർക്കോസ്, അത് ഈ അമ്മയുടെ മകനാ. തങ്ങളുടെ വീട് കർത്താവിന് ശിഷ്യന്മാർക്കും പരിശുദ്ധ അമ്മ കണ്ടു. പെന്തക്കോസ്തയ്ക്ക് നിങ്ങൾ ചിന്തിച്ച്. അപ്പോ എന്റെ സഹോദരങ്ങളെ, പെസക കർത്താവ് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ കുടുംബത്തിലായിരുന്നു. സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ആ പെന്തക്കോസ്ത് അനുഭവം ഉണ്ടായത് എവിടെയായിരുന്നു? മറിയത്ത്. ഇതൊക്കെ ഒരു വീട്ടിലെ കർത്താവ് ചെയ്ത ആദ്യം ആ നാള്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കുടുംബങ്ങളെ കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നു. കുടുംബമായിട്ടുള്ള സാക്ഷ്യത്തെ കർത്താവ് ഒരുപാട് സ്നേഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ അപ്പോസ്തല പ്രവർത്തനം 12-5 വായിക്കുക. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ ജയിലിൽ കിടക്കുകയാണ്. ഹെരോദോസിന്റെ ഗവൺമെന്റ് പത്രോസ്ലിഹായെ ജയിലടക്കുകയാണ്. സഭ എന്തു ചെയ്തു എന്നാ പറയുന്നത്? ആക്ട്സ് 12-5 വായിച്ച്. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവനു വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഈ സഭ, ആദിമ സഭ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈ ഭവനം ഏത് ഭവനമാണ്? അപ്പോസ്തല പ്രവർത്തനം 12:12 വന്ന് ആക്ട്സ് 12:12 അവിടെ എന്താ പറയുന്നത്? അപ്പോസ്തല പ്രവർത്തനം 12:12 വന്ന് എന്താ പറയുന്നത്? ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. എങ്ങോട്ടാ പോയത്? മറിയത്തിന്റെ വീട്ടിലേക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ആ വീട് മുഴുവൻ സഭയ്ക്ക് വേണ്ടി അവൾ വിട്ടുകൊടുത്തു. ഹല്ലേലൂയ. സുവിശേഷ പ്രവർത്തനങ്ങൾക്കായി തന്റെ ഭവനം മുഴുവൻ ആര് സമർപ്പിച്ചു? മറിയം. ഈ ഒരു കമ്മിറ്റ്മെന്റ് നമുക്കുണ്ടാകണം. നമ്മളെ സഹോദരങ്ങളെ ഈ ഒരു സമർപ്പണത്തിലേക്കാണ് നമ്മളെ വിളിക്കുന്നത്. ഈ ഒരു കൃപയിലേക്കാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഒറ്റ മകനുള്ളോ? ആ മകനെ ഈ അമ്മ എന്ത് ചെയ്തു? തനിക്ക് വേണ്ടി പിടിച്ചു വെക്കാതെ കർത്താവിനും സഭയ്ക്കുമായി ആ ഏക മകൻ മാർക്കോസിനെ ഈ അമ്മ സമർപ്പിച്ചു. ആ അമ്മയുടെ സമർപ്പണമാണ് നമുക്ക് വലിയൊരു സുവിശേഷകനെ കിട്ടാനുള്ള കാരണം. ആ അമ്മ അന്ന് സമർപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്കിന്ന് മാർക്കോസിന് സുവിശേഷം എന്ന് പറയാൻ ആ സുവിശേഷം ഉണ്ടാകുമായിരുന്നില്ല. അമ്മയുടെ സമർപ്പണ മൂലമാണ് കർത്താവിന്റെ സഭയ്ക്ക് വലിയൊരു മിഷണറിയെ ലഭിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. മക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് വലിയ സുവിശേഷ വേലയാ. അത് വലിയ പ്രേക്ഷിതത്വം. കർത്താവിനും സഭയ്ക്കുമായി സമർപ്പിക്കും. നമ്മള് കർത്താവിന് സഭയ്ക്കുമായി സമർപ്പിക്കേ. അവർ മിഷണറിമാരാവട്ടെ, കർത്താവിന് വേലക്കാരാകട്ടെ, അവർ ഡോക്ടേഴ്സോ എഞ്ചിനീയേഴ്സോ ആരുമായിക്കൊള്ളട്ടെ, അവരാര് തന്നെ ആണെങ്കിലും അവർ അടിസ്ഥാനപരമായി മിഷണറിമാരാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സഭയുള്ള വൈദികരായി സമർപ്പിതരായി ഇതൊക്കെ സഭയിൽ വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനായി നാം ഈ ദർശനത്തോടെ പ്രാർത്ഥിക്കണം സഹോദരങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞ് നമുക്ക് ആരാധിക്കുവാനായിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് ഞങ്ങൾ 4 കുഞ്ഞുങ്ങളെയും കർത്താവിന് സഭയ്ക്കുമായി ഞങ്ങൾ വെറുതെ പറയുന്നത് സമർപ്പിച്ചിരിക്കുകയാണ്. കർത്താവിന് സഭയ്ക്കുമായി സമർപ്പിച്ചിരിക്കുകയാണ്. അതിൽ യാതൊരു ആഗ്രഹവും ഞാൻ തുറന്ന് നിങ്ങൾ പങ്കുവെക്കുക. ഇപ്പോൾ ഞങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണ്. മൂത്ത് 2 പെൺപിള്ളാരാണ്. അപ്പം 3ാമത്തെ ഡെലിവറി ആയ സമയത്ത് അതിൻ്റെ സമയമായി 2012 ഓഗസ്റ്റ്, ഞാനിപ്പോൾ ഓർക്കുന്നു, 26-ാം തീയതി രാത്രി 11 മണി സമയം. ഞാനപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓഫീസിലൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശേഷം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവിൻ്റെ മഹത്വ മുറിയിലേക്ക് ഇറങ്ങി വന്നു. ഞാൻ അവിടെ മുട്ടുകുത്തി, കർത്താവെ എന്താണ് അങ്ങേക്ക് സംസാരിക്കാനുള്ളത്? ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിന്തിക്കുന്ന സമയത്ത് ഞാനൊരു ശബ്ദം കേൾക്കുകയാണ്. എൻ്റെ മകനെ, ഈ പ്രാവശ്യം ഞാൻ നിനക്ക് നൽകാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞിനെയാണ്. നീ അവന് ജോൺ പോൾ എന്ന് പേരിടണം. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പോലും അങ്ങനെ പേര് എവിടെയും ചിന്തിച്ചിട്ടില്ല. നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ എലൈഷ അല്ലെങ്കിൽ ജോഷു, ഇങ്ങനെയുള്ള പേരുകൾ, ഇങ്ങനെ പല പല പേരുകളും ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു ജോൺ പോൾ എന്ന് പേരിടണം. അപ്പോൾ ഇതിൻ്റെ സാക്ഷി ഉണ്ടാവണം. ഞാൻ നോക്കൂ, രാത്രി 11 മണി കഴിഞ്ഞ് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലെത്തി. അന്നയോട് പറഞ്ഞു, അന്നെ ഇപ്രാവശ്യം കർത്താവ് ഒരു ആൺകുഞ്ഞിനെയാണ് തരുന്നത്, ജോൺ പോൾ എന്ന് പേരിടാൻ കർത്താവ് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ഇഷ്ടം, നമുക്ക് വേറെ ഇഷ്ടങ്ങളിൽ കർത്താവ് എന്തു പറയുന്നത് സംഭവിക്കട്ടെ. അങ്ങനെ ഇവളെ അല്പം കഴിഞ്ഞപ്പോൾ തിയേറ്ററിലേക്ക് ഇവളെ കയറ്റുകയാണ്. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ആ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക്, ഡോക്ടേഴ്സും നേഴ്സസൊക്കെ പരിചയമുള്ളവരായിരുന്നു. അപ്പം ഒരു ഭാഗത്തിന് നിർത്തിയിട്ടുണ്ട്. ആ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ആൺകുഞ്ഞാണ്. ഞാൻ ആ കുഞ്ഞിനെ കയ്യിലെടുത്ത്, ഞാൻ വെറുതെ പറയില്ല, ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് നമ്മളൊരു ജോൺ പോൾ, കർത്താവിനും കർത്താവിൻ്റെ സഭയ്ക്കുമായി ഞാൻ നിന്നെ സമർപ്പിക്കുന്നു. ഞാൻ ചുമ്മാ പറയുന്നതല്ല പ്രിയപ്പെട്ടു. നമ്മുടെ കർത്താവിന് അത്രയും ശ്രദ്ധയുണ്ട്. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ഈ ഒരു കൃപയിലേക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് സഭയ്ക്കുമായി സമർപ്പിക്കണം. അത് വലിയ പ്രേക്ഷിത വേലയാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പോരെ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. തന്റെ ഏകമകനായി മാർക്കോസിനെ ഈ അമ്മ ആർക്ക് വേണ്ടി സമർപ്പിച്ചു? സഭയ്ക്കായി സമർപ്പിച്ചു. അതുകൊണ്ട് ഇന്ന് നമുക്ക് മാർക്കോസിന് സുവിശേഷം കിട്ടിയത്, സഭയ്ക്ക് വലിയൊരു മിഷണറി ശുശ്രൂഷകന് ലഭിച്ചത് അമ്മയുടെ സമർപ്പണമാ. ഇവിടെ ഇരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ സമർപ്പണം നമ്മുടെ മക്കളിലേക്ക്, തലമുറകളിലേക്ക് അഭിഷേകത്തെ കൊണ്ടുവരൂ. ആ തലമുറ നഷ്ടപ്പെട്ടു പോകാൻ ഒരിക്കലും കർത്താവ് അനുവദിക്കുകയില്ല. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഹന്ന എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണം, അവൾ പ്രാർത്ഥിച്ചു. 1 സാമുവേൽ 1:10. ഹൃദയം നൊന്ത് അവൾ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്കൊരു പുത്രനെ തന്നാൽ ആ ജീവനാന്തം, ജീവിതകാലം മുഴുവൻ ആ കുഞ്ഞങ്ങേക്കുള്ളവനായിരിക്കും. ആ ഹന്ന എന്ന് പറയുന്ന അമ്മയുടെ സമർപ്പണമാണ് പഴയ നിയമസഭയ്ക്ക് ശക്തനായ, കൃപയുള്ള, പരിശുദ്ധാത്മാവിന്റെ തീയായ സാമുവേൽ എന്ന പ്രവാചകനെ സമ്മാനിച്ചത്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം കേട്ട് പോകാൻ നമുക്ക് എളുപ്പമാണ്. ഒരു സമർപ്പണത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റുമോ? ഒരു സമർപ്പണത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റുമോ? കർത്താവിന് വേണ്ടി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിന്റെ സത്യവചനത്തിന് വേണ്ടി ഒരു സമർപ്പണത്തിലേക്ക് വരാൻ നമുക്ക് പറ്റുമോ? നമുക്ക് സാധിക്കുമോ? തലമുറകളെ കർത്താവിനെ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? സ്വരം വരുന്നില്ല ദൈവമേ. തലമുറകളെ കർത്താവിനെ കൊടുക്കാൻ നമുക്ക് പറ്റുമോ? വേണ്ടുന്നില്ല.
അച്ഛനായി പോട്ടേന്നേ, ആ പോട്ടെ, അതിനെന്താ കുഴപ്പം? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കാര്യം നോക്കാൻ കർത്താവ് വിശ്വസനാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. വൈദികരുണ്ടാവട്ടെ, കൃപയുള്ള വൈദികര്, കൃപയുള്ള സമർപ്പിതരെ, അഭിഷേകത്തിന്റെ തീയുള്ള നല്ല ആത്മായ പ്രേക്ഷിതരെ യുഗാന്ത സഭയിൽ ഉണരട്ടെ. അത് കർത്താവിന്റെ സ്വപ്നമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നമ്മളൊരു സമർപ്പണത്തിലേക്ക് വരണം. കർത്താവെ, ഞങ്ങൾ റെഡിയാണ് കർത്താവെ, ഞങ്ങൾ തയ്യാറാണ് കർത്താവെ. ആ ഒരു സമർപ്പണം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സമർപ്പണത്തിന്റെ മേൽ കർത്താവിന്റെ അഭിഷേകം ഇറങ്ങി വരും. ആമേൻ. Praise the Lord. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ സ്തുതി, യേശുവേ സ്തുതി. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഇത്ര കുടുംബങ്ങളെ കാണാം. മറ്റൊരു കുടുംബം ഞാൻ അവസാനിപ്പിക്കുക. പ്രിസ്കില്ല അക്വില ദമ്പതിമാരെ, നല്ല കപ്പിൾസാ. പൗലോസ്ലിഹായുടെ മിഷണറി പ്രവർത്തനങ്ങളിൽ ഏറ്റവും അധികം സഹായിച്ച കുടുംബങ്ങളാ. ഞാൻ നിങ്ങൾ പറയട്ടെ, ഇവിടെ ഒത്തിരി കുടുംബങ്ങൾ വേണം. ഇത് കുടുംബങ്ങളുടെ ശുശ്രൂഷാലയമാണ്. ഈ ദേശത്ത് ഒരുപാട് കുടുംബങ്ങൾ തകർച്ചയിലുണ്ട്, ഒരുപാട് കുടുംബങ്ങൾ പ്രതിസന്ധിയിലാണ്, ഒരുപാട് കുടുംബങ്ങൾ കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ പോകുന്നുണ്ട്. ആരും മിണ്ടുന്നില്ല എന്ന് മാത്രം. പറഞ്ഞിട്ട് എന്താ കാര്യം? ആരോട് പറയാനെന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് കഴിയുന്ന ഒത്തിരി കുടുംബങ്ങളുണ്ട് സഹോദരങ്ങളെ. ആ കുടുംബങ്ങളെ കർത്താവിന്റെ രക്ഷയിലേക്ക് നയിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പ്രിസ്കില്ല അക്വില ദമ്പതിമാരെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് ഒരു പ്രൊഫസി കർത്താവ് അന്നയോട് കുറിച്ച് പറഞ്ഞു, നിന്നെ കർത്താവ് ശക്തമായ വചനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പൗലോസ് പറഞ്ഞു, എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റില്ല ചേട്ടാ. പക്ഷെ ഞാൻ പറഞ്ഞു, നീ വിശ്വസിക്കുക, നീ പ്രാർത്ഥിക്കുക, നിന്നിലൂടെ ഒത്തിരി ആത്മാക്കളെ കർത്താവിനെ നേടാനുണ്ട്. അങ്ങനെ പ്രിസ്കില്ല എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം, പേര് തന്നെ പ്രിസ്കില്ല എന്നാണ്. സഹോദരിമാർക്ക് വചനം കൊടുത്ത് സ്ത്രീകളെ കർത്താവിൻ്റെ വചനത്തിൽ വളർത്തുവാനും കൃപയിൽ അങ്ങനെ കുടുംബങ്ങളെ കർത്താവിൻ്റെ അഭിഷേകത്തിലേക്ക്, കർത്താവിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു കൺസെപ്റ്റാണ് കർത്താവ് തന്നത്. നാളുകൾ പ്രാർത്ഥിച്ചു, വർഷങ്ങൾ പ്രാർത്ഥിച്ചു. കർത്താവ് കൃപ കൊടുത്ത് ഇന്ന് ഷെക്കേന ന്യൂസിലൂടെ എല്ലാ ശനിയാഴ്ച രാത്രി 8 മണിക്ക് പ്രിസ്കില്ല എന്നുള്ള ആ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷ അത് സംപ്രേഷണം ചെയ്ത് ആ ശുശ്രൂഷ നടത്തുവാൻ കർത്താവ് അന്നത്തെ പ്രത്യേകമായി അനുഗ്രഹിച്ചു. 100 എപ്പിസോഡുകൾ പിന്നിട്ടു. പ്രൈസ് ദി ലോർഡ്. 100 എപ്പിസോഡുകൾ പിന്നിട്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്കൊരു സമർപ്പണമുണ്ടെങ്കിൽ ബാക്കി എല്ലാം പരിശുദ്ധാത്മാവ് ചെയ്തുകൊള്ളും. വിശ്വസിക്കുന്ന ഹല്ലേലൂയ പറഞ്ഞേ. വചനം വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. എൻ്റെ സഹോദരങ്ങളെ, പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നിങ്ങൾ വരിക. അവിടെ പൗലോസ്ലിഹയുടെ സാക്ഷ്യമാണ്. കുടുംബമായി സാക്ഷ്യം നൽകണം. പൗലോസ്ലിഹ എന്താണ്, ഈ കുടുംബത്തെക്കുറിച്ച് പൗലോസ്ലിഹയുടെ സാക്ഷ്യം എന്താണ്? പ്രിസ്കില്ല അക്വില ദമ്പതിമാരുടെ കുടുംബം പുതിയ നിയമത്തിലെ ശക്തമായ മിഷണറി കുടുംബമാണ്. നല്ല മിഷണറി കുടുംബമാണ് അക്വില പ്രിസ്കില്ല ദമ്പതിമാരുടെ കുടുംബം. ആ കുടുംബത്തെ കുറിച്ച് പൗലോസ്ലിഹയുടെ സാക്ഷ്യം എന്താണ്? റോമക്കാർക്കുള്ള ലേഖനം 16-ാം അധ്യായം 3-4 വചനങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം വായിച്ചേ. യേശുക്രിസ്തുവിൽ എൻ്റെ സഹപ്രവർത്തകരായ പ്രിസ്കായ്ക്കും അക്വിലായ്ക്കും വന്ദനം പറയുവിൻ. തുടർന്ന് പൗലോസ്ലിഹ പറയാണ്, അവർ എന്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ്. കണ്ടോ, കർത്താവിന്റെ സഭയോട് അവർക്കുണ്ടായിരുന്ന കമ്മിറ്റ്മെന്റ്, കർത്താവിന്റെ അഭിഷിക്തന്മാരോട് അവർക്കുണ്ടായിരുന്ന കൺസേൺ, ആ കെയറിംഗ് എത്ര പൗലോസ്ലിഹ പറയുന്നത്, എന്റെ ജീവന് വേണ്ടി തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിയവരാണ് പ്രിസ്കില്ല അക്വില ദമ്പതിമാരെ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, പറഞ്ഞേ ഹല്ലേലൂയ. അവർ അതിനു വേണ്ടി റിസ്ക് എടുത്തു. കണ്ടു, വചനത്തിന്റെ മുന്നേറ്റത്തിനു വേണ്ടി അവർ റിസ്ക് എടുത്തു, അവർ ത്യാഗമെടുത്തു, അവർ സഹിച്ചു, തങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തി പൗലോസ്ലിഹായുടെ ആ മിഷൻ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ ആര് മുന്നോട്ട് വന്നു? അക്വില പ്രിസ്കില്ല ദമ്പതി. ഇതുപോലുള്ള കുടുംബങ്ങൾ മുന്നോട്ട് വരണം. സഭയെ പടുത്തുയർത്തുവാൻ, ദൈവവചനത്തിന്റെ മുന്നേറ്റത്തിനായി അധ്വാനിക്കുവാൻ, കർത്താവ് ഈ കാലഘട്ടത്തിൽ നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷകൾ വളർത്തുവാൻ, നമുക്ക് ഈ സെന്റർ ഇവിടെ നടത്തപ്പെടുന്നത് ദമ്പതിമാർക്ക് വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ട സെന്ററാണ്.
നിങ്ങൾ സാധിക്കുന്ന പോലെ ഈ ശുശ്രൂഷകളെ സപ്പോർട്ട് ചെയ്യണം. അത് ഈ വചനത്തിന്റെ ഒരു പൂർത്തീകരണമാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതിലൂടെ അനേകം കുടുംബങ്ങൾ രക്ഷയിലേക്ക് കൊണ്ടുപോവാ. അതിലൂടെ സഭയെ ശക്തിപ്പെടുത്ത്. പൗലോസ് പറയാ, എന്റെ ജീവന് വേണ്ടി എന്ന് പറഞ്ഞാൽ പൗലോസ്ലിഹായ്ക്ക് നേരിട്ട സുവിശേഷ പ്രവർത്തനങ്ങൾ നേരിട്ട അനേകം സഹനങ്ങളിലും വേദനകളിലും ഞെരുക്കങ്ങളിലും കാരാഗ്രഹവാസങ്ങളിലും കൊടിയ പീഡനങ്ങളിലും ഈ ദമ്പതിമാരെ പൗലോസ്ലിഹായുടെ കൂടെ നിന്ന് പൗലോസ്ലിഹായെ ബലപ്പെടുത്തി, പ്രാർത്ഥിച്ചുകൊണ്ട് ബലപ്പെടുത്തി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. സ്നേഹിച്ചുകൊണ്ട് ബലപ്പെടുത്തി, ഹല്ലേലൂയ. സഹായിച്ചുകൊണ്ട് ബലപ്പെടുത്തി. ഹല്ലേലൂയ. സഹോദരങ്ങളെ, അത് വലിയൊരു ഇവാഞ്ചലൈസേഷൻ ആണ്. അതുകൊണ്ട് പൗലോസിനെ സാക്ഷ്യപ്പെടുത്തിയത്, ഇവർ എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയവരാ. എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയവരാണ്. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ഈ ഒരു വില കൊടുക്കലിന്റെ അനുഭവത്തിലോട്ട് വരണം. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി, കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തും നഷ്ടപ്പെടുത്തിയ, അത് സ്വന്തം ജീവനാണെങ്കിൽ പോലും അത് പണയപ്പെടുത്തി ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി നിൽക്കുന്ന മിഷണറി കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ തുറന്നുള്ള ആരാധനയിൽ പ്രാർത്ഥിക്കാൻ പോകും. ഈ ഒരു അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. 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 അഭിഷേകത്തോടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ മഹത്വം. അടുത്തിരിക്കുന്ന വ്യക്തി നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് കൈ കൊടുത്തു എന്ന് പറഞ്ഞേ. എന്ത് വില കൊടുത്തും ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക. ദൈവവചനത്തിന് സാക്ഷ്യം നൽകുക. കർത്താവിന്റെ രാജ്യത്തെ വിശാലമാക്കുക. കർത്താവിന്റെ സഭയെ പടുത്തുയർത്തുക. കുടുംബമായി ദൈവവേല ചെയ്യുക. കുടുംബമായിട്ട് അതിനുള്ള കാലമാണ് സഹോദരങ്ങളെ ഈ ഒരു സമയം. ദിസ് ഈസ് എ ടൈം ഓഫ് ഇവാഞ്ചലൈസേഷൻ. ഇത് ഇവാഞ്ചലൈസേഷൻ ഉള്ള സമയമാണ്. കർത്താവ് ഈ ഒരു സമയം തൻ്റെ സഭയ്ക്കും തൻ്റെ കുടുംബങ്ങൾക്കും അനുവദിച്ച് തന്നിരിക്കുക. ഇപ്പം 30 ദിവസം സെലിബ്രേഷൻ ഓഫ് ഇവാഞ്ചലൈസേഷൻ എന്നുള്ള പ്രോഗ്രാം ഷെക്കൻ ന്യൂസിലൂടെ ടെലികാശിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മറ്റൊന്നല്ല, നമ്മുടെ കുടുംബങ്ങൾ ഈ മിഷണറി ചൈതന്യത്തിലേക്ക് വരുവാൻ, ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ് നമ്മുടെ കുടുംബങ്ങൾക്കുണ്ടാകാൻ 30 ദിവസം നീണ്ടു നിൽക്കുന്ന ദൈവവചനത്തിൻ്റെ കൊയ്ത്തുത്സവം എന്നുള്ള ഒരു ശുശ്രൂഷ അനേകം മിഷണറി കുടുംബങ്ങൾ സഭയിൽ ഉണ്ടാകണം. നമ്മൾ അതിനുവേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കണം. ജോഷ പറഞ്ഞതുപോലെ, ഞാൻ എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും. കാരണം ഈ കാലമാസന്നമായി അനേക ആത്മാക്കൾ നാശത്തിലേക്ക് പോകുന്നു, അനേകം കുടുംബങ്ങൾ തകരുന്നു. ഇവരെല്ലാം കർത്താവിനായി നേടുവാനുള്ള ആ ഒരു മിഷണറി സീൽ, ആ ഒരു ഇവാഞ്ചലൈസേഷൻ സ്പിരിറ്റ് നമുക്കുണ്ടാകട്ടെ. ആ ഒരു കൃപയാൽ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് മുദ്ര ചെയ്യട്ടെ. ആമേൻ. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാനാണു ദൈവമേ മാറേണ്ടത്, ഞാൻ മാറിയാലെല്ലാം മാറിയിടുമേ. പങ്കാളിയല്ല നാഥ മാറേണ്ടത്, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ, മാറ്റം വരേണ്ടതെനിക്കാണല്ലോ.